സകല ലോകത്തിന്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടു. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് ആസ്വദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ പലയിടത്തും ശക്തമായ മഴ പ്രതികൂലമായി നിൽക്കുന്നതിനാൽ ഒരുപക്ഷെ എല്ലാ ദൈവമക്കൾക്കും തക്ക സമയത്ത് ജോയിൻ ചെയ്യുന്നതിന് സാങ്കേതികമായി ബുദ്ധിമുട്ടൊന്നും നേരിടാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇത്രത്തോളം ജനത്തെ കൂട്ടിവരുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരുതി. ജേർണി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ യാത്രയിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ പിതാക്കന്മാരുടെ ജീവിതം നോക്കിക്കണ്ട് നമുക്ക് ആവശ്യമുള്ള ആത്മിക പാഠങ്ങൾ പഠിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പഠനം ആരംഭിച്ചിരിക്കുന്നത്. അതിനെ നമ്മളിപ്പോൾ 15-ാം അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. 15-ാം അധ്യായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആ പ്രാരംഭ ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത്. ഇന്ന് ഞാൻ അതിന്റെ തുറന്നുള്ള ഭാഗത്തേക്ക് നീങ്ങുവാൻ ദൈവകൃപയിൽ ആഗ്രഹിക്കുന്നു. യഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാകുന്നു എന്ന് പറഞ്ഞ് അബ്രഹാമിനെ ഉറപ്പിക്കുമ്പോൾ തന്നെ അബ്രഹാമിന് സംശയം. ആ 3-ാം വാക്യത്തിൽ ഈ ഇത്രയും വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും ദൈവശബ്ദം കേട്ടിട്ടും അബ്രഹാമിന്റെ മനസ്സിൽ ഒരു സംശയം. അതെന്താണ് ആ സംശയം? 3-ാം വാക്യത്തിലുണ്ട്. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. ഈ ദൈവശബ്ദമൊക്കെ കേട്ടപ്പം അനുഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞു, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും അത് കേട്ട അബ്രഹാം ചോദിക്കുക, നീ എനിക്ക് മക്കളെ തന്നിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഈ പറഞ്ഞതിനകത്ത് എന്ത് കഴമ്പുണ്ടെന്നായി ചോദിച്ചതിന്റെ അർത്ഥം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ് ഈ കൂടെ ഡയലോഗൊക്കെ അടിച്ചല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയല്ലേ. ആ ഒരു എന്താ പറയാ, ആ ഒരു ധ്വനിയിലാണ് അബ്രഹാം പറഞ്ഞു വെച്ചത്. അബ്രഹാം പറയാണ്, നീ എനിക്ക് സന്ധി തന്നിട്ടില്ല, എന്റെ വീട്ടിൽ ജനിച്ച ദാസന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. നീ കാര്യം പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞാലും അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും? അതിന്റെ പ്രാക്ടിക്കൽ ഭാഗം എങ്ങനെ വരും? നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ലല്ലോ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ നിവൃത്തിയാകും എന്ന്. അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ ദാസനും നിന്റെ അവകാശിയാകുകയല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടും തന്നെ ആയിരിക്കും നിന്റെ അവകാശി. അത്ര കൃത്യമായിട്ട് 4-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, അവൻ നിന്റെ അവകാശിയാകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകുമെന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അടുത്ത വാക്ക്. പിന്നെ അബ്രഹാമും ദൈവം തമ്മിലൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതിൽ 6-ാം വാക്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണേ. ഞാൻ 5-ാമത്തെ വാക്കിനോട് വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രം കാണുവാൻ കഴിയുമെങ്കിൽ എന്ന് കഴിഞ്ഞ് കൽപ്പിച്ചു, നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അടുത്ത വാക്ക, അവൻ യഹോവയിൽ വിശ്വസിച്ചു. ഈ പറഞ്ഞ കാര്യം കേട്ട് ഗ്രഹിച്ച അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ അത് അവന് നീതിയായി കണക്കിട്ടു. ഞാൻ വെറുതെ വാക്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയാൻ എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അവൻ യഹോവയിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അബ്രഹാം എന്ത് ചെയ്തു? വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അത് അവന് നീതിയായി കണക്കിട്ടു. 7-ാം വാക്യം, പിന്നെ അവനോട് ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായി ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്ന് അരുളിച്ചെയ്യും. കണ്ടോ? അപ്പം ഇവിടെ ഇപ്പോൾ യഹോവയിൽ വിശ്വസിച്ചു, അത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടു, എല്ലാം ശരിയാ. ഇപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, എന്തെന്നറിയാമോ? കൽദയ പട്ടണമായ ഊര് നിന്നെ വിളിച്ചോണ്ട് വന്നത് ഞാനാണെന്ന് തമ്പുരാൻ ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിച്ചു.
ഒന്നുകൂടെ പറഞ്ഞാൽ, എടാ അവിടെ മൂലം നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്ന് ഞാനല്ലേ, ഇത് നീ പ്ലാൻ ചെയ്തിട്ടല്ലല്ലോ. ബാക്കി അങ്ങനെയാണ്, അതും ചെയ്യാൻ എനിക്കറിയാം, ഡോൺ വറി എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഉടനെ 8-ാം വാക്യത്തിൽ കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. ഈ മേളത്തെ വാക്യം ശ്രദ്ധിക്കണേ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പോ ദൈവത്തിന്റെ അല്ലപ്പാട്, കൽദറ പട്ടണമായി ഊരിൽ നിന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വരെ കൊണ്ടുവന്നത് ഞാനാകും. ആഹാ, അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് അടുത്ത വാക്ക്, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നെ അറിയാം എന്ന് അവൻ ചോദിച്ചു. ഇവിടെ പോലെ നിങ്ങൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണേ. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടും ദൈവശബ്ദം കേട്ടിട്ടും ആ ദൈവശബ്ദത്തെ വിശ്വസിച്ച അബ്രഹാമിനെ ദൈവം നീതീകരിക്കുകയും നീതീകരിക്കപ്പെടുകയും നീതിമാനായി കണക്കാക്കുകയും ഒക്കെ ചെയ്തിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അല്ല, ഞാൻ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നു, ഞാനത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്, ദൂതൊക്കെ ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പക്ഷെ എന്തൊന്നിനാൽ ഇത് കിട്ടുമെന്നുള്ളത് എനിക്കുള്ള ഉറപ്പെന്താ? അല്ല, നാള് കുറെ ആയല്ലോ നീ എന്നെ വർദ്ധിപ്പിക്കുന്നു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, നിന്റെ പേര് വലുതാക്കും, ദേശം തരും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഞാനിതൊക്കെ എങ്ങനെ അറിയാനാ? എന്ത് ഷുവർട്ടിയാണുള്ളത്? ക്യാൻ യു ഗിവ് മീ എനി അഷുറൻസ്? എനിക്കൊരു ഉറപ്പ് തരാൻ നിനക്ക് പറ്റുമോ? സ്തോത്രം. നമ്മളിലും ചിലർക്ക് ഈ പ്രാർത്ഥിച്ചാലും കാര്യം നടക്കുന്നുള്ള ഒരു അടയാളം തരണമെന്ന് പ്രാർത്ഥിച്ചേ പലരും നിർത്തുള്ളൂ. ഉറപ്പുണ്ട്, എന്നോടുള്ള വാഗ്ദത്വമാണെന്നൊക്കെ അറിയാവേ, എന്നാലും പറയും കർത്താവേ, അത് നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ അതങ്ങനെ ആയിരിക്കണേ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കണേ, എനിക്കത് കാണണം, എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണം, എന്നെ ഒന്ന് ഉറപ്പിക്കാൻ. കണ്ടോ, ഇതുണ്ടാക്കി വെക്കുന്ന അപകടം എന്താന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകും. അപകടമല്ല, അതിനകത്തുണ്ടാകുന്ന ഒരു വലിയ പാഠം. അങ്ങനെ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിലേ നമ്മൾ ചാടി കയറി തമ്പുരാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കാം. 16-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ പിന്നെ പഠിക്കുന്നതാണ്, ഇപ്പോഴെങ്കിലും ഞാൻ ചാടിക്കേറി പറയുക. ദൈവം അബ്രഹാമിന് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കുഞ്ഞൊരു എക്സ്ട്രാ ഓർഡിനറിയാണ്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു തലമുറയെയാണ് അബ്രഹാമിന് ദൈവം കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പൈതനെ വളർത്താനുള്ള പാകതയും പക്വതയും ആകുമ്പോൾ തലമുറയെ കൊടുക്കാം. അതാണ് ദൈവത്തിന്റെ പ്ലാൻ. പ്രായം കൂടിയെന്നും കരുതി പക്വത ഉണ്ടാകണമെന്നില്ല. വയസ്സ് 100 കരുതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട പക്വതയിലും പാകതയിലും എത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം എന്നേ രക്ഷപ്പെട്ടു പോയേന്. ഈ പ്രായമുള്ളതെല്ലാം പറഞ്ഞെല്ലാം വിവേകത്തോടും പക്വതയോടും കൂടെ വല്ലതാണോ? ഉള്ള പക്വത കൂടെ പോകുന്നേ ഉള്ളൂ. 55-60 ആയതുകൊണ്ട് ഇപ്പൊ തന്നെ എല്ലാം തലതിരിച്ചാ പറഞ്ഞു. അപ്പൊ പിന്നെ അബ്രഹാമിന്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ വയസ്സ് 99-100 ആകും അല്ലേ? ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ചുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനുള്ള എല്ലാ സ്ഥിതിവിശേഷത്തിലേക്കും അബ്രഹാം എത്തുമ്പോൾ വേണം ആ കുഞ്ഞിനെ കയ്യിലോട്ട് കൊടുക്കാൻ. അതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അബ്രഹാം കാണിച്ച ഷോർട്ട് കട്ടിന്റെ പ്രതിഫലനമാണ് 16-ാം അധ്യായത്തിൽ. അതൊക്കെ പിന്നെ പഠിക്കാം. ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. മനസ്സിലാകുന്നുണ്ടോ? നമ്മോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നു? ദൈവമല്ലേ പറഞ്ഞത്? എന്നിട്ട് ചെയ്യാതിരുന്ന ആർക്കാണ് നാണക്കേട്? പറ. ഇപ്പൊ ഡോക്ടർ സുദീപ് എന്നോട് പറഞ്ഞു, എന്നെ അടുത്ത മാസം റാസൽ കൈമയ്ക്ക് കൊണ്ടുപോകാം, പേടിക്കണ്ട, ഞാൻ വരത്തില്ല,
അതിനെ പറ്റിയ സാഹചര്യമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പം അദ്ദേഹം ഇപ്പം വെളിയിലുള്ളതുകൊണ്ട് ഡിസാൻഡ് ഏതായാലും എന്നെ കൊണ്ടുവരുന്നറിയാം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഡോക്ടറെ പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം എന്നെ അടുത്ത മാസം കൊണ്ടുപോകാന്ന് പറഞ്ഞു. സൂമുള്ള മുഴുവൻ ആൾക്കാരും കേൾക്കണം, അദ്ദേഹം പറഞ്ഞെന്നിരിക്കട്ടെ. മസ്കറ്റിൽ ഞാൻ വരാം, ശ്യാം സഹോദരൻ പേടിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്നറിയാമോ, ഉദാഹരണത്തിന് ഞാൻ പറയാം. അപ്പൊ ഡോക്ടർ അങ്ങനെ പറഞ്ഞു, സൂമി ജോയിൻ ചെയ്ത് എല്ലാവരും കേൾക്കുകയും ചെയ്തു. അടുത്ത മാസം എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷമായിട്ടും കൊണ്ടുപോയില്ലെങ്കിൽ നാണക്കേട് എനിക്കാണോ ഡോക്ടർക്കാണോ? ഡോക്ടർക്ക്. പറഞ്ഞത് ആരാണോ അദ്ദേഹത്തിന്റെ നാണക്കേട്. Am I right? ആണല്ലോ. Then why don't you understand it? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിക്കൂടാ? ദൈവം നമ്മോട് ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവം അത് നിവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അത് നിവൃത്തിയായില്ലെങ്കിൽ പറഞ്ഞ വ്യക്തിക്കല്ലേ നാണക്കേട് വരിക? ഇതറിയാതെയാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പക്ഷേ ഇന്നിപ്പം തിങ്കളാഴ്ച, വ്യാഴാഴ്ച നമുക്ക് പാസ്റ്ററെ വിളിച്ച് ചോദിക്കണം, പാസ്റ്റർ വീട്ടിൽ കാണുമോ? പിന്നെ നിങ്ങൾക്ക് പാസ്റ്റർ ആയിരിക്കും പോയി ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചെന്ന് ആലോചന ചോദിക്കണം. ഇതെപ്പം നടക്കും, എങ്ങനെ നടക്കും, എന്താ തടസ്സം? ഇത് നടക്കാതിരിക്കാൻ തടസ്സം എന്താ? മറ്റേ പിള്ളേർ കേൾക്കാൻ നോക്കിയിരിക്കുക. പിന്നെ ഞാൻ വ്യാഴാഴ്ച രാവിലെ ഫ്രീ ആണ്, ഒരു 8:30 ആകുമ്പോൾ പോരാൻ പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി ഇന്നത്തെ കാര്യം ഗോൾ അടിച്ചെന്ന്. നമ്മൾ ചെല്ലുമെന്നും ഇരിക്കുമെന്നും പുള്ളി എന്ത് പറഞ്ഞാലും കേൾക്കാൻ റെഡിയാക്കാൻ നമ്മൾ ചെന്ന് പുള്ളിക്കറിയാം. അത് പുള്ളി ഉടനെ പറയൂ, അതെ ചില തടസ്സങ്ങൾ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കേട്ടോ. ആ വാക്യത്തെ തടയുന്ന ഒരു ദുഷ്ടശക്തി, ഒരു പാഴ്സി രാജാവിന്റെ ശക്തി നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന്റെ കണ്ണെത്തുന്ന ദൂരത്തുനിന്ന്, ഉടനെ നമ്മൾ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ആളെ മനസ്സിൽ കണ്ടു. കണ്ണെത്തുന്ന ദൂരത്ത് എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു അവളെ. പല പ്രാവശ്യമായിട്ട് അവളുടെ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ നന്മ മുടക്കാൻ, എന്റെ കൊച്ചിന്റെ ഭാവി മുടക്കാൻ അവൾ ഇറങ്ങിയതാ. കണ്ടോ സംഗതി പോണ പോക്ക് കണ്ടോ? ഇവിടെ തരാമെന്ന് പറഞ്ഞവന് തർമ്മകൾ അറിയത്തില്ലേ? അറിയാമല്ലോ. അതെപ്പ തരണമെന്ന് എപ്പോ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഇത് മുൻകൂട്ടി പറഞ്ഞത്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന കർത്താവിന് ഇതിന്റെ ബിഗിനിങ്ങും എൻഡിങ്ങും അറിഞ്ഞുകൂടെ പ്രിയരേ? നമ്മൾ എന്തിനാ ഈ കാറ്റ് ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം അബ്രഹാം കയറി ചോദിച്ചു, അല്ല നീ ഇങ്ങനെ ഈ തരാന്ന് പറയുന്നതല്ലാതെ അല്ലേ, നമ്മുടെ കേരളയിൽ വരുമ്പോലെ വരുമെന്ന് പറയുന്നല്ലാതെ ഒന്നും കാണുന്നില്ലോ എന്ന് പാർട്ടിക്കാർ പറയുമ്പോൾ ഇപ്പൊ അബ്രഹാം ചോദിച്ചേ, അല്ല നീ തരാമെന്ന് പറയുന്നതല്ലാതെ നീ ഇത് തരുമെന്നുള്ളത് എനിക്കൊരു ഉറപ്പെന്താ? നിങ്ങൾ എത്ര പേര് ഞാൻ പറഞ്ഞ സീരിയസ്നെസ് കണക്കാക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്ത് കർത്താവായ യഹോവേ എന്ന് വിളിച്ച അബ്രഹാം ആദ്യമായിട്ട് വിളിക്കുന്ന അവിടെ. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാമോ? എല്ലാവർക്കും ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ ഇഷ്ടമാ, ദൈവമാക്കാൻ ഇഷ്ടം, പക്ഷെ കർത്താവാക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾ പറയും ഷാജിപ്പാസിന് അങ്ങനെയൊക്കെ പറയുന്നത്, ഞങ്ങളും കർത്താവ് എന്നാണല്ലോ വിളിക്കുന്നത്. അത് വിളിക്കുന്നതല്ലേ ഉള്ളൂ, കർത്താവ് ആക്കിയിട്ടില്ലല്ലോ. ഉണ്ടോ? കമന്റ് എഴുതിയിടൊന്നും വേണ്ട, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ മതി. കർത്താവിനെ വിളിക്കുന്നതല്ലാതെ കർത്താവ് ആക്കിയിട്ടുണ്ടോ? ലോഡ്ഷിപ്പ് കൈമാറ്റം ചെയ്തായിരുന്നോ? കർത്തൃത്വം നമ്മൾ അംഗീകരിച്ചാൽ മുഴുവൻ കൺട്രോളും കർത്താവായിരിക്കും. കർത്തൃത്വം നടത്തുന്നവൻ, അതാണ് കർത്താവ്. മനസ്സിലായോ? നമ്മുടെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കുന്ന വ്യക്തി, അതാണ് കർത്താവ്. അപ്പൊ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും മറിഞ്ഞാലും എന്ത് ചെയ്താലും കർത്തൃത്വത്തിന്റെ പെർമിഷനും കർത്തൃത്വത്തിന് വിധേയമായിട്ടേ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? കർത്തൃത്വത്തിന്റെ കീഴിലാണെങ്കിൽ യു ഷുഡ് തിങ്ക് ട്വൈസ്. 2 പ്രാവശ്യം ചിന്തിക്കും.
വെദർ ഐ ഷുഡ് ബൈ ഇറ്റ് ഓർ നോട്ട്, അത് വാങ്ങിക്കണോ വേണ്ടയോ? കാരണം ഫൈനാൻഷ്യൽ സ്റ്റുവാർഡ്ഷിപ്പ്, സാമ്പത്തിക ദൈവം തന്ന നന്മ കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് ആലോചിച്ച് മാത്രമേ കർത്തൃത്വം കൈമാറ്റം ചെയ്തവൻ അത് വിനിയോഗിക്കൂ. മനസ്സിലാകുന്നു? അങ്ങനെ കർത്തൃത്വം കൈമാറ്റം ചെയ്ത അബ്രഹാമാ ചോദിക്കുന്നത്. അബ്രഹാം ആയില്ല, അബ്രാം ചോദിക്കുക, നീ പറയുന്നതല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ തന്നെ പറയാം, എത്രയോ നാളായി നടക്കുന്നു, ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇങ്ങനെ തരാം 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 എന്ന് പറഞ്ഞതെല്ലാം പറയുന്നതല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ചിട്ടില്ലേ? അബ്രഹാം പറഞ്ഞ പോലെ നമ്മളും പറഞ്ഞു 2024 നീ അതിനൊരു വ്യക്തമായ അടയാളം എനിക്ക് തരണമെന്ന് ചോദിച്ചോ. നല്ല കാര്യ, അങ്ങനെ ചോദിക്കണമെന്നാ ഞാൻ പറയുന്നത്. എന്നിട്ട് ബാക്കിയൊരു കേട്ടിട്ട് ഇറങ്ങിപ്പോകാം ക്ലാസ്സിൽ. സ്വോത്രം. അബ്രഹാം ചോദിക്കുക, നീ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്ക് എന്താ ഉറപ്പ്? 8-ാം വാക്യത്തിലല്ലേ? കർത്താവായ യഹോവേ, കണ്ടാ വിളി കേട്ടോ, കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്നവൻ ചോദിച്ചു. എനിക്കിതൊക്കെ എന്തിനാൽ എനിക്കൊന്ന് ഉറപ്പിക്കാൻ പറ്റും? 9-ാമത്തെ വാക്യം, അവനോട് എന്ന് പറഞ്ഞാൽ ദൈവം അബ്രാമിനോട് പറയുക, ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്നോട് പറഞ്ഞ കാറ്റ് നിനക്കൊരു ഷുവർട്ടി അല്ലേ വേണ്ടത്, അഷുറൻസ് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. എന്തിനാ അത്? ഞാൻ വെയ്കാറ്റ് പറഞ്ഞു വിടുന്നില്ല, നാട്ടു നടപ്പ് പോലെ തന്നെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞിട്ട് ചെയ്യാതിരുന്നെന്നോ തരികയില്ലെന്നോ നിവർത്തിക്കുകയില്ലെന്നോ നിന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണെന്ന് ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യും, അടുത്ത വാക്യം നിങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണേ. അവനോട് നീ 3 വയസ്സുള്ളൊരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള കോലാടിനെയും 3 വയസ്സുള്ള ആട്ടുകൊച്ചിനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ആണ്ടെ തങ്ങനെ മുഴുവൻ കുഴയുക. അല്ല, നിനക്ക് ഉറപ്പ് വേണമെന്നല്ലേ പറഞ്ഞേ? ഞാനിത് എന്തോന്നിനാ നിനക്ക് തരുമെന്നുള്ള നിനക്കൊരു ഉറപ്പ് വേണം, ഒരു ഷുവർട്ടി. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. ഈ കാര്യം ചെയ്യേ, പശുക്കിടാവിനെയും കുറുമ്പ്രാവിനെയും ആട്ടുകൊച്ചനെയും കോലാടിനെയും എല്ലാം കൊണ്ടുവാ. എന്തിന്? യാഗം കഴിക്കാൻ. നിനക്ക് ഉറപ്പല്ലേ വേണ്ടത്? യെസ്, ഐ എം റെഡി. ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുമെന്നുള്ളതിന് അബ്രാമേ നിനക്കൊരു ഉറപ്പല്ലേ വേണ്ടത്? യെസ്, ഐ ആം റെഡി ടു ഗിവ് ഇറ്റ് യു. ഞാൻ നിനക്ക് തരാൻ തയ്യാറാ. നീ പറഞ്ഞ ഐറ്റംസ് കൊണ്ടുവരാൻ. എന്നിട്ട് 2 യാഗപീഠം പണിയണം. ഇനിയുള്ള ഭാഗം ശ്രദ്ധിക്കണം, എന്നെ ശ്രദ്ധിക്കണേ, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ഈ പറയപ്പെട്ട പശുക്കിടാവിനെയും ആട്ടുകൊച്ചനെയും കോലാടിനെയും കുറുമ്പ്രാവിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒത്ത നടുവെ പിളർക്കണം എന്ന് പറഞ്ഞ ഇങ്ങനെ പിളർക്കണം, ഇങ്ങനെയല്ല. മനസ്സിലാകുന്നുണ്ടോ? മത്തിയൊക്കെ മുറിക്കുമ്പോൾ ഇങ്ങനെ ക്രോസായിട്ട് മുറിക്കരുത്, നീളത്തിൽ മുറിക്കണം. ഇങ്ങനെ ഒത്ത നടുവെ പിളർക്കണം. അതാണ് ദൈവം പറഞ്ഞത്. അതിന്റെ ബാക്കി കാര്യം ഞാൻ പറയാം. ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ, പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണകളും അനാവശ്യമായ ചിന്താഗതികളൊക്കെ വന്നുകൂടിയിട്ടുണ്ട്. അബ്രഹാം ഇങ്ങനെ യാഗപീഠത്തിന്മീതെ വെച്ചു, അബ്രഹാമിന് ഗാഢനെതിരെ ഉണ്ടായി, അപ്പോ റാഞ്ചൻ പക്ഷികൾ വന്നു, അത് അബ്രഹാം കുറുമ്പ്രാവിനെ പിളർന്നില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ. ഞാനൊരു കാര്യം പറയാം, ദയവായി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുറുമ്പ്രാവിനെ പിളർക്കാഞ്ഞത് കൊണ്ടാണ് ഉടൽമേ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങിയെന്ന് ദയവായി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ
മുഖവിലയ്ക്ക് പോലും അത് എടുക്കരുത്. മുഖവിലയ്ക്ക് പോലും എടുക്കരുത്. ഞാൻ കേട്ടിട്ടുണ്ട് ആ പ്രശ്നം. അതുകൊണ്ടാണ് കുറുമ്പ്രാവിനെ പിളക്കാഞ്ഞതിനാൽ അബ്രാം ദൈവത്തോട് പാപം ചെയ്തു. ആ നിമിത്തം തലമുറ 430 വർഷം അടിമകളായി പാർക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ സ്തോത്രം. അത്രമേൽ ബാലിശ സ്വഭാവമുള്ള ഒരു ദൈവത്തെ അല്ല ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങൾ ആദ്യം അറിയണം. 2, പക്ഷികളെ പിളർക്കണമെന്ന് എവിടാ വ്യവസ്ഥ? 2 ആക്കരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14 വാക്യം വായിച്ച് ഞാൻ വിശദമാക്കി തരാം. ലേവ്യ പുസ്തകം 1-ാം അധ്യായം 14 വാക്യം. ഇതിന്റെ 14 യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവ്വജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നു എങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. എന്നിട്ട് പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിന്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്തിങ്കൽ പിഴിഞ്ഞു കളയണം. അതിന്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറ്റിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടണം. അതിനെ രണ്ടാക്കാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാകും. കണ്ടോ? 17-ാം വാക്യത്തിൽ ഇപ്പൊ തന്നെ 2 ആക്കരുതെന്ന. പിന്നെ എന്തോ ചെയ്യണം? കഴുത്ത പിരിച്ചു പറിച്ചെടുക്കണം. അങ്ങനെ ആ വ്യവസ്ഥ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്ത കാര്യം, അബ്രഹാം ഇത് നടത്തുമ്പോൾ ഈ പ്രമാണം കൊടുത്തിട്ടുണ്ടോ? ഈ നിയമം വന്നിട്ടുണ്ടോ അന്നേരം? ഇല്ല. അതുകൊണ്ട് തന്നെ ആ നിയമം അബ്രാമിന് ബാധകമാകുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നിയമം കൊടുത്തിട്ടില്ലെങ്കിലും ഈ നിയമങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ദൈവത്തിന് സ്നേഹിതനായ അബ്രഹാം നന്നായിട്ട് അറിയാം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലിഖിതമായി എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും അബ്രഹാമും ദൈവവും തമ്മിലുള്ള ബന്ധം വെച്ച് ഭാവിയിൽ കൊടുക്കാനിരിക്കുന്ന വ്യവസ്ഥയെല്ലാം നിശ്ചയമായിട്ടും ഈ അബ്രഹാം സംസാരിച്ചിട്ടുണ്ടെന്ന് എന്റെ വിശ്വാസം. അതുകൊണ്ടായിരിക്കണമല്ലോ അബ്രഹാം എവിടെല്ലാം കൂടാരം പഠിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം യാഗം നടത്തിയത്, അല്ലേ? ആയിരിക്കണം. ഞാൻ പറഞ്ഞു വന്ന നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകണ്ട. ഞാൻ പറഞ്ഞു വന്നത് പക്ഷികളെ പിളർക്കാനുള്ള വ്യവസ്ഥ ഒരിടത്തും കൊടുത്തിട്ടില്ല. 2 ആക്കാൻ പാടില്ല. അതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഒരു ശുശ്രൂഷ നമുക്കറിയാം. ഈ കുഷ്ഠരോഗിയുടെ ശുചീകരണം ഒക്കെ പഠിക്കുന്ന സമയത്ത് 2 ഇണപ്രാക്കളെ കൊണ്ടുവന്ന് ഉറവ് വെള്ളത്തിന്റെ മീതെ വെച്ച്, ഇണപ്രാക്കളായിരിക്കണം, ഏതെങ്കിലും 2 പ്രാവ് പോരാ, ഇണപ്രാവുകളെ കൊണ്ടുവന്നിട്ട് ഉറവ് വെള്ളത്തിന്റെ മീതെ വെച്ച് പുരോഹിതൻ ഇണപ്രാക്കളുടെ ഒന്നിന്റെ കഴുത്തെ പിരിച്ചു പറിക്കും. എന്നിട്ട് ആ രക്തം ഉറവ് വെള്ളത്തിൽ ഒഴിക്കും. നിങ്ങൾ ആ സീൻ മനസ്സിലൊന്ന് കാണണേ. 2 ഇണപ്രാക്കളിൽ ഒന്നിന്റെ കഴുത്തെ പിരിച്ചു പറിച്ചെടുക്കുമ്പോൾ മറ്റേ പ്രാവ് അത് കണ്ടുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ട്? കഴുത്തെ പിരിച്ചു പറിച്ചെടുത്ത പ്രാവിന്റെ രക്തം ഉറവ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അനന്തരമായി ജീവനോടെ ശേഷിക്കുന്ന പ്രാവിനെ ഈ തന്റെ ഇണപ്രാവിന്റെ രക്തം ഒഴിച്ച ഉറവ് വെള്ളത്തിൽ മുക്കി അനന്തരമായി അതിനെ വീണ്ടും ജീവനോടെ പറത്തിടും. നിങ്ങൾക്കറിയാമോ ആ പ്രാവിന്റെ അവസ്ഥ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
നമ്മുടെ വിഷയം അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് കയറി പറയാണ്. ആ പ്രാവ് പറന്നു പോയി ഒരു പാറയുടെ പിളർപ്പിൽ അഭയം പ്രാപിച്ചിട്ട് തന്റെ ഇണയെക്കുറിച്ചുള്ള ചിന്തയും വേദനയും കൊണ്ട് അതവിടെ കഴിയുകയാണ്. പിന്നെ ആ പ്രാവ് ചാകുന്നത് വരെ മറ്റൊരു പ്രാവുമായി ഈ പക്ഷി ഇണചേരുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? തന്റെ ഇണപ്പക്ഷിയുടെ കഴുത്തെ പിരിച്ചു പറിച്ചെടുക്കുന്നത് കണ്ടിരുന്ന ജീവനോടെ ശേഷിച്ച പക്ഷിയെ തന്റെ ഇണയുടെ രക്തം വീണ വെള്ളത്തിൽ മുക്കി തന്നെ സ്വതന്ത്രനാക്കി അല്ലെങ്കിൽ സ്വതന്ത്രരാക്കി പറത്തിവിട്ടപ്പോൾ ചെന്ന ഒരു പാറയുടെ പിളർപ്പിലോ എവിടെയെങ്കിലും ചെന്നിരുന്നിട്ട് തന്റെ ഇണയെക്കുറിച്ചുള്ള ചിന്തയോടുകൂടെ, ഹൃദയവേദനയോടുകൂടെ, എന്നാണ് ഇനി എനിക്ക് എന്റെ കാന്തനെ, എന്റെ ഇണയെ ഒന്ന് കാണാൻ പറ്റുക, എന്ന് എനിക്ക് എന്റെ ഇണയെ ഒന്ന് കാണാൻ പറ്റും, എന്ന് എനിക്ക് എന്റെ ഇണയെ കാണാൻ പറ്റും, എന്റെ ഇണ തിരിച്ചു വരുമോ, എന്റെ ഇണയെ തിരിച്ച് കാണാൻ പറ്റുമോ, ഈ ചിന്തയോടെ ഇരിക്കുക. മനസ്സിലായോ? ചുമ്മാ അല്ല, പള്ളിക്കൂടത്തിന്റെ പടി പോലും കാണാത്ത പിതാക്കന്മാരൊക്കെ പണ്ട് പാടിയത് കുറുകെ ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറാ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറാ, ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോ കരുതുവതെല്ലാം നിനക്കല്ലയോ, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരാറാ. സ്തോത്രം. മനോഹരമായ ഒരു പാട്ട്. ഞാൻ ആ പ്രാവിനെ കുറിച്ച് ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്. ചാകുന്നതുവരെ മറ്റൊരു പക്ഷിയുമായി ബന്ധം പുലർത്താതെ ഇണചേരാതെ തനിക്ക് വേണ്ടി, തനിക്ക് പകരം കഴുത്ത് തിരിച്ച് പറിച്ചെടുക്കപ്പെട്ട തന്റെ ഇണപ്പക്ഷിയെ നോക്കി കാത്തിരിക്കുന്ന ജീവനുള്ള പക്ഷി. ഞാൻ വ്യാഖ്യാനിക്കാതെ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രാണം വെടിഞ്ഞവന്റെ മടങ്ങിവരവ് കാത്ത് ഈ ലോകവുമായി യാതൊരു ബന്ധവും പുലർത്താതെ, ലോകത്തിന്റെ മാലിന്യമേശാതെ ജീവിതം കാത്തു സൂക്ഷിച്ച് പിളർക്കപ്പെട്ട പാറയുടെ മറവിലിരിക്കുന്ന സഭയാകുന്ന കാന്തയാം പ്രാവിനെ നോക്കിക്കൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കന മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവി, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, ഞാൻ നിന്റെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഓ, എത്ര മനോഹരമായ വാക്യം കണ്ടോ! ലോകത്തോട് ഇടപഴകാതെ, ലോകത്തോട് പറ്റുമാനമില്ലാതെ, ലോകവുമായി യാതൊരു ബന്ധവും പുലർത്താതെ, ലോകത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിതം കൊണ്ടുപോകാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്ന, കറ ചുളുക്കം വാട്ടം മാലിന്യമൊന്നുമില്ലാതെ തന്നെത്താൻ കാത്തു സൂക്ഷിക്കുന്ന മണവാട്ടിയെ കാത്തിരിക്കുന്ന നല്ല മണവാണ്. ഞാൻ എന്തിനു പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ടോപ്പിക്ക് അതല്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. ഒരു കാര്യം പറയാനായിട്ടാ, അവിടെ പക്ഷിയെ പിളർക്കാഞ്ഞതല്ല വിഷയം എന്ന് പറയാനായിട്ട്. അബ്രഹാം പക്ഷിയെ പിളർന്നില്ല എന്ന് കരുതി അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. പക്ഷിയെ പിളർന്നില്ല, അതൊന്നും അല്ല പ്രശ്നം. അത് പിളർക്കാഞ്ഞത് കൊണ്ടാണ് അബ്രഹാമിന്റെ ഗാഠനിദ്ര വന്നതും. നോനോ, വേദോസ്തത്തിൽ ഗാഠനിദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ അറിയണം. അതൊന്നും ഇപ്പോൾ അധികമായി ഞാൻ വിസ്തരിക്കുന്നില്ല, തൊട്ടു പറഞ്ഞോ, കാരണം നമുക്ക് നമ്മുടെ ഈ റൂട്ടിനകത്ത് നിൽക്കണമെന്നുള്ളത് കൊണ്ട്. അബ്രഹാം ഇത് ചോദിച്ചപ്പോൾ ദൈവം പറയുകയാണ്, നീ ഇതിനെ കൊണ്ടുപോവാ, ആട്ടുകൊറ്റനെയും കോലാടിനെയും പശുക്കിടാവിനെയും ഒക്കെ കൊണ്ടുവരണം.
എന്തിന്? അല്ല, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നടത്തുന്നൊരു ഉറപ്പ് വേണ്ടേ? അത് ഞാൻ വാക്കാൽ പറയുന്നില്ല, ഒരു കവനന്റിലൂടെ ഞാൻ അത് ഉറപ്പിക്കാം. കണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ വെറുതെ വാക്കാൽ പറയുന്നില്ല, ഒരു കവനന്റ്. ഷാൽ വി മേക്ക് എ കവനന്റ്? നമുക്കൊരു കവനന്റ് ഉണ്ടാക്കിയിട്ട് അക്കോർഡിംഗ് ടു ദാറ്റ്, അതിനനുസരിച്ച് ഞാൻ എന്നോട് ഉറപ്പൊരു പറയാം. സ്വോത്രം. അബ്രാമും ആവേശമായി. ആണോ? അതിനെന്നെ ഇപ്പൊ കൊണ്ടുവരാമല്ലോ. ഞാൻ നിങ്ങൾ നിസ്സാരപ്പെട്ട് കാണരുത്. അബ്രാമിന്റെ കൂടാരത്തിനകത്ത് ഈ യാഗം നടത്തുക എന്ന് പറഞ്ഞ ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. രാവിലെയും വെട്ടുമ്പുള്ളെന്ന് മുടങ്ങാതെ ചെയ്യുന്നതുവാ. അതുകൊണ്ട് തന്നെ ഒരു യാഗം നടത്തുക എന്ന് പറഞ്ഞപ്പോ നോ പ്രോബ്ലം, ഐ എം റെഡി, വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റുകയല്ല, ഞാൻ റെഡിയാന്ന് പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങി. പക്ഷെ ഇവിടുത്തെ യാഗം വ്യത്യസ്തമാണ്. യാഗപീഠവും എൻറ്റയർലി ഡിഫറൻറ്റ്, വ്യത്യസ്തമാണ്. എന്നെ വളരെ ശ്രദ്ധിക്കണേ. യാഗവും വ്യത്യസ്തമായി, യാഗപീഠവും വ്യത്യസ്തമാണ്. ഇവിടെ സ്വാഭാവികമായി എല്ലാ ദിവസം ചെയ്തു വരുന്ന യാഗം പോലെയല്ല ഇപ്പോൾ നടക്കാൻ പോകുന്ന യാഗം. ഇറ്റ്സ് എ കവനന്റ്, ഇതൊരു ഉടമ്പടിയാണ്. ദൈവം പറഞ്ഞൊരു കാര്യം ചെയ്യും, പശുക്കിടാവിനെയും ആട്ടുകൊറ്റനെയും കോലാടിനെയും ഒക്കെ ഒറ്റ നടുവ് ഇങ്ങനെ പിളർന്നോളാൻ പറഞ്ഞു, ഇങ്ങനെ പിളർന്നോളാൻ പറഞ്ഞു, പിളരണം. അപ്പൊ 2 യാഗപീഠം പണിയണം, ഒന്നിടത്ത് ഒന്ന് വലത്ത്, നടുക്കൂടൊരു വഴി. ബെറീത്ത് എന്നാ പറയുക, ബെറീത്ത്. ഈ യാഗത്തിന്റെ പേര് തന്നെ ബെറീത്ത് എന്ന ഹിബ്രു. 2 മുറിക്കുക എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണേ. ഈ ഉറപ്പ് ചോദിച്ചവനെ എല്ലാം തമ്പുരാൻ ഇങ്ങനെ ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. ഉറപ്പിക്കാൻ പോവുക. നിങ്ങൾ യാഗത്തെ തുള്ളാൻ വേണ്ടി ഇരിക്കുകയായിരുന്നല്ലേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേട്ടിട്ട് തുള്ളിയാൽ മതി. തമ്പുരാൻ പറഞ്ഞ കാര്യത്തിലൊക്കെ അവിശ്വസിച്ചതിനോടെല്ലാം തമ്പുരാൻ പറഞ്ഞു, ഓക്കെ നമുക്ക് ഉടമ്പടി നടത്തിയെന്ന് പറഞ്ഞു. എങ്ങനെ? ബെറീത്ത്, 2 മുറിച്ചുകൊണ്ട്. സ്തോത്രം. നോക്കണേ, അബ്രാം ഈ മൃഗങ്ങളെല്ലാം ഒറ്റ നടുവെ പിളർന്നു. 2 യാഗപീഠം ഇടത്തും വലത്തും. എന്നിട്ട് ഈ പിളർന്ന ആട്ടുകൊറ്റന്റെ മാംസം 2 ഭാഗമായി മുറിച്ചതിനെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ചാൽ ഒന്നായി കിട്ടത്തക്ക നിലയിൽ അങ്ങനെ ഫേസ് ടു ഫേസ് വരുന്ന പോലാണ് 2 യാഗപീഠത്തിലും വെക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? നടുക്കൂടെ ഒരു വഴിയാ. ആരൊക്കെ തമ്മിലാണോ യാഗം നടത്തുന്നത് അല്ലെങ്കിൽ കരാർ ചെയ്യുന്നത്, അതിൽ ഒരാൾ അപ്പുറത്ത് നിൽക്കണം, ഒരാൾ ഇപ്പുറത്ത് നിൽക്കണം. യാഗപീഠം 2 പേരുടെ നടുക്ക്. ഇവിടെയും മൃഗത്തിന്റെ പാതി ഭാഗം ഇരിക്കുന്നു, ഇപ്പുറത്തും മൃഗങ്ങളുടെ പാതി ഭാഗം ഇരിക്കുന്നു. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി 2 പേര് നിൽക്കുക. ആരൊക്കെ തമ്മിലാണോ ഈ കവനന്റ് നടത്തുന്നത് അവർ 2 അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണം. കാര്യങ്ങൾ പറഞ്ഞ് ഉറപ്പിച്ച അനന്തരം പിളർക്കപ്പെട്ട ഈ ആടിന്റെയും കോലാട്ടുകൊറ്റിന്റെയും പശുക്കിടാവിന്റെയും ഒക്കെ മാംസം 2 യാഗപീഠത്തിൽ വെച്ചിരിക്കുകയല്ലേ. എന്നിട്ട് ഇതിനിടയ്ക്കത്തുള്ള ആ വഴിയിലൂടെ 2 പേർക്ക് അങ്ങോട്ട് നടക്കാവുന്ന ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലൂടെ അങ്ങോട്ട് നടക്കണം, അപ്പുറം നിൽക്കുന്ന ആൾ ഇങ്ങോട്ടും നടക്കണം. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കരാറിൽ ഒപ്പിട്ടു. ഭൂമിയിൽ പിന്നെ ആർക്കും അഴിക്കാൻ പറ്റാത്ത നിലയിൽ അത്ര റിജിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്ത രംഗമാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? ഇപ്പൊ ഞാനും കണ്ണേട്ടനുമായിട്ടോ അല്ലെങ്കിൽ കർത്താരദാസൻ ശ്യാമോ ആയിട്ടോ ഒരു എഗ്രിമെന്റ് ഒപ്പിടുകാന്നിരിക്കട്ടെ. ഞങ്ങൾ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നിൽക്കുക. ശ്യാം ബ്രദറാണെങ്കിൽ ഒട്ടും ലീവില്ല, മസ്കറ്റിൽ നിന്ന് വന്ന ആകെ ഒരാഴ്ച ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഒരാഴ്ചക്കുള്ളിൽ എനിക്കും ശ്യാം എന്ന ദേവദാസനും തമ്മിലുള്ള ഈ എഗ്രിമെന്റ് റെഡിയാക്കിയിട്ട് പുള്ളിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് വന്നു, പെട്ടെന്ന് 2 യാഗപീഠം പണിതു, ഇടത്തും വലത്തുമായിട്ട്. പശുക്കിടാവിനെയും ആട്ടുകൊച്ചിനെയും കോലാടിനെയും ഒത്തുനടുവെ പിളർന്നു. ഭാഗങ്ങൾ 2 ഭാഗത്തായി വെച്ചു. ശ്യാം ബ്രദർ അപ്പുറത്ത് നിൽക്കുന്നു, ഞാൻ ഇപ്പുറത്ത് നിൽക്കുന്നു. ശ്യാം ബ്രദർ ഇങ്ങോട്ട് വന്നു, ഞാൻ അപ്പുറത്തോട്ടും പോയി.
ഞങ്ങൾ തമ്മിലുള്ള കവനന്റ് എഗ്രിമെന്റ് റെഡിയായി. ഇതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? ഞങ്ങൾ രണ്ടു പേരിൽ ആരാണോ ഈ കവനന്റ് ബ്രേക്ക് ചെയ്യുന്നത്, ആരാണോ ഈ ഉടമ്പടിയിലെ വ്യവസ്ഥ തെറ്റിക്കുന്നത്, ഞാൻ ഈ കവനന്റിലെ ഏതെങ്കിലും വ്യവസ്ഥ തെറ്റിച്ച, ഈ ആട്ടുകൊറ്റനെ പിളർന്നതുപോലെ എന്നെ രണ്ടായി പിളർന്നു കളയാൻ ശ്യാം ബ്രദറിന് അനുവാദമുണ്ടായിരിക്കും. അതാണ് ഈ കവനന്റ്. ലിസൺ മീ കെയർഫുള്ളി. മനസ്സിലാകുന്നുണ്ടോ? ഈ കവനന്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ഈ കവനന്റിലെ ലോ ആര് ബ്രേക്ക് ചെയ്യുന്നോ, ആരിതിന്റെ വ്യവസ്ഥ തെറ്റിക്കുന്നോ, വ്യവസ്ഥ തെറ്റിച്ച വ്യക്തിയെ മറ്റേയാൾക്ക് ഈ മൃഗത്തെ പിളർന്നതുപോലെ രണ്ടായിട്ട് കീറിക്കളയാൻ അനുവാദമുണ്ടായിരിക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് കിടക്കുന്നതിന് മുമ്പ് 50-ാം സങ്കീർത്തനം ശാന്തമായി വായിക്കണം. വായിച്ചു വരുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കുന്ന കുറെ വാക്യങ്ങൾ അതിനകത്തുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് ആ സങ്കീർത്തനം തീരുമ്പോ ഒരു വാക്യമുണ്ട്. അതൊരു 3 പ്രാവശ്യം വായിച്ചിട്ടേ കിടന്നുറങ്ങാവും. എങ്ങനെയെന്നറിയാമോ? ദൈവത്തെ മറക്കുന്നവർ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടിവിപ്പാൻ ആരും ഉണ്ടാകുകയില്ല. തൊട്ടുമേളി പറഞ്ഞു, യാഗം കഴിച്ച എന്നോട് നിയമം ചെയ്ത് എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. അത് കഴിഞ്ഞിട്ട് അവർ ദൈവത്തെ മറക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവവുമായി ചെയ്ത ഉടമ്പടി മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ല ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല എന്നുള്ള വാക്യം എന്താണ് ഇപ്പൊ പിടികിട്ടിയോ? സ്തോത്രം. ആരും വാച്ചയിലും ബ്ലോക്കിലും മൊബൈലും ഒന്നും നോക്കരുത്. ഞാൻ കൃത്യസമയത്ത് നിർത്താം. ശരിക്കൊരു ചോദ്യം ചോദിക്കാനോ, നിങ്ങളിൽ എത്ര പേർ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി പാലിക്കാൻ കഴിയാതിരിക്കുന്ന എത്ര പേരുണ്ട്? ഒരു പ്രവാചകനല്ല 9,000 പ്രവാചകന്മാർ വന്നാലും, ബാംഗ്ലൂരിലെ ലിക്വിഡ് ഫയർ വന്നാലും ജീവിതത്തിന്റെ കുരുക്കഴിയാൽ അറിയാമോ? ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കുപ്പിക്കകത്താക്കി തിരുവനന്തപുരത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ഈ ലിക്വിഡ് ഫയർ. അവിടുന്ന് ഇതെല്ലാം അതിന്റെ പ്രധാന ജംഗ്ഷൻ അവിടുന്ന് ഇതെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സ്വോത്രം. അതിന് ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ് തലകുത്തിയാലും ശരി, ആര് തലകുത്തി പറഞ്ഞാലും ശരി, ഇത് അഴിയത്തില്ല. കാരണം വ്യവസ്ഥ ഇങ്ങനെ കിടക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവിൻ. ഇവിടെ നോക്കണേ, അബ്രഹാം ഇത് കേട്ടപ്പോ ഞാൻ റെഡിയാ, വന്നോളാൻ പറഞ്ഞു. അബ്രഹാം വന്നു, ആടിനെ ഒറ്റ നടുവെ പിളർന്നു, കൊലാട്ട് കൊച്ചിനെ ഒറ്റ നടുവെ പിളർന്നു, പശുക്കിടാവിനെ ഒറ്റ നടുവെ പിളർന്നു, എല്ലാത്തിനും ഒറ്റ നടുവെ പിളർന്ന ഭാഗങ്ങളെ 2 ഭാഗത്തായിട്ട് വെച്ചു. ഏറ്റവും ഗൗരവമുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്ത് ഇങ്ങനെ ഉടമ്പടി ചെയ്ത് അങ്ങനെ. മനസ്സിലാകുന്നുണ്ടോ? ഈ വ്യവസ്ഥ പ്രകാരം വേണം ചെയ്യാൻ. നിങ്ങള് ഇങ്ങനത്തെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ യിരെമ്യാ 34-ാം അധ്യായത്തെ 34-ാം അധ്യായം 18-19 വാക്യങ്ങളൊന്ന് വായിച്ച്. ജെറമ്യാ ചാപ്റ്റർ 34 വേഴ്സ് 18 and 19. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. അതിന്റെ ഈ 34-ാം അധ്യായം 18-19 വാക്യം.
ഞാൻ ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് വായിക്കണം. എന്റെ ന്യൂ കിങ് ജേംസ് വേർഷൻ ആണ്. ഞാൻ കിങ് ജേംസ് വേർഷൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് ഞാൻ മറ്റേ പുസ്തകം ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഞാൻ കൊണ്ടൊന്ന് മാറ്റി വെച്ചു. ഇപ്പൊ പെട്ടെന്ന് എന്റെ കൈ കിട്ടിയത് ന്യൂ KJV ആണെന്നുള്ളത്. എന്തായാലും ഞാൻ വായിച്ചേൽപ്പിക്കാമേ. And I will give the men who have transgressed my covenant, who have not performed the words of the covenant which they made before me. ഞാൻ സ്ലോയിൽ വായിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. When they cut the calf in the two and passed between the parts of it. എന്നിട്ട് പറയാണ്, the prince of Judah, the princes of Jerusalem, the eunuchs, the priests, and all the people of the land who passed between the parts of the calf. അടുത്ത വാക്യം, verse 20. I will give them into the hand of their enemies and into the hand of those who seek their life, that dead bodies shall be for meat for the birds of the heaven and the beasts of the earth. അച്ഛാ, 20ാമത്തെ വാക്യം കൊടുത്ത് വായിക്കാമോ മലയാളത്തിൽ? അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ലേ. മൃഗങ്ങളെ ഒത്ത നടുവെ പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, എന്നോട് ഉടമ്പടി ചെയ്തിട്ട് ഒരാവേശത്തിൽ ചാടിക്കേറി ഉടമ്പടി ചെയ്തിട്ട് കാര്യം നടക്കാൻ വേണ്ടി പെട്ടെന്ന് ഉടമ്പടി ചെയ്തിട്ട് നീ എന്നെ കളിപ്പിക്കാൻ നോക്കിയാൽ, തിരുവചനം പറയുകയാണ് കണ്ടോ, ആ ഉടമ്പടി ചെയ്ത രീതി പറയുന്നു. മൃഗങ്ങളെ പിളർന്ന് അതിന്റെ നടുവെ കൂടെ നടന്ന് നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് ചെയ്തത്, എന്നിട്ട് നീ ഇതിനകത്ത് നാടൻ ഭാഷയിൽ ഒരു കവലയിലെ ലോക്കൽ ഭാഷയെ പറഞ്ഞ നീ എന്നോട് ഉടായിപ്പ് കാണിച്ചാൽ, അതൊന്നും ഒരു ക്ലാസ്സിലോ വചനശിക്ഷ പറയാൻ പറ്റുന്ന പദങ്ങളല്ലേ, എങ്കിലും ഞാൻ അത്രയൊന്നും ഇറങ്ങിപ്പോയതെന്നറിയാമോ? അങ്ങനെയാണേലും കുഴപ്പം, ഇതൊന്നും മനസ്സിലായിക്കോട്ടെന്ന് ഓർത്താ. അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞവരും തരം താണ് ശൈലിയൊന്നും ഒരു വചന ശുശ്രൂഷയിലോ ബൈബിൾ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല. ആ തിരിച്ചറിവ് എനിക്കൊണ്ട്. എക്സ്ട്രീംലി സോറി. എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആ ലെവലിലേക്ക് കൂടി ഞാൻ ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. എന്നിട്ട് പറയാ, കാളക്കൂട്ടിയുടെ പിളർപ്പുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരൂശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. എവിടെ ഏൽപ്പിക്കും? അവരുടെ ശത്രുക്കളുടെ കയ്യിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും ഞാൻ അവരെ ഏൽപ്പിക്കും. അവരുടെ ശവങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയായി തീരും. കണ്ടോ, കവനന്റ് നടത്തുന്നത് എങ്ങനെയാന്ന് ഇപ്പൊ പിടികിട്ടിയോ? നമ്മള് കവനത്ത് അറിയോ? ഉപവാസപ്രാർത്ഥന വെച്ച്, ദൈവമക്കളെ ഞാൻ ഇന്നത്തെ ഉപവാസപ്രാർത്ഥനയില് ഈ കഴിഞ്ഞ 21 ദിവസമാണെങ്കിലും എനിക്ക് എന്റെ ശാരീരികമായ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ ക്ഷീണവും പ്രയാസവും നിങ്ങൾക്ക് അറിയാമല്ലോ, എന്റെ കുടുംബത്തിലെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ പറ്റാത്തതായ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപവസിക്കുന്നില്ല. 3 ദിവസത്തെ ഉപവാസത്തിൽ പൂർണ്ണമായിട്ട് ഇരിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയായി തീരുന്നു. അല്ലേ? നമ്മൾ അങ്ങനല്ലേ പറയുള്ളൂ. 3 ദിവസം ഉപവസിക്കാൻ നമ്മൾ ഒരു കാരണവശാലും നേരിട്ട് പറയല്ല. 3 ദിവസം ഉപവസിക്കുവാൻ തക്കവണ്ണമായി ഇടയാ തീരുവാൻ തക്കവണ്ണം ഇടയാ തീരുമെന്നാണ് എന്റെ വിശ്വാസം. ചാടിക്കേറി തീരുമാനമെടുത്തേച്ച നീ ഇവിടെ കടന്നുകൊണ്ട് 1 അല്ല 9,000 പ്രവാചന്മാരെ കൊണ്ടും ദൂത് കേൾപ്പിച്ചാൽ ഇത് അടിയല്ലെന്ന് ഞാനല്ല പൊത്തുവാ പറയണം. എടാ, നീ ആ പ്രവാചകന്റെ മുമ്പിലല്ല എന്റെ അരിക്കൽ വന്ന് നീ എടുത്ത തീരുമാനത്തിനകത്ത് നയവ് വരുത്തിയാൽ നീ ആയുസിൽ ഊരിപ്പോവുകയല്ലെന്ന ഈ പറഞ്ഞ്. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ഒഴിഞ്ഞു പോകാത്ത ദൈവവചനം ഉറപ്പായിട്ട് പറയുന്നു. എന്റെ പൊന്നുടയോരെ, ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയുന്നു, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഈ നാളുകളിൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നീ ചില പുതിയ തീരുമാനത്തോട് പ്രതീക്ഷയോടുകൂടെ എന്റെ ഭാഗത്താന്നിരുന്ന ഞാൻ നിന്നെ മാനിക്കാന്ന് പറഞ്ഞപ്പോ ഉടനെ കുടുംബത്തെ ഈ പുതിയ തീരുമാനം എടുക്കാൻ പോകരുത്. ആഹാ,
ഷാജിപ്പാസ് കൊള്ളാമല്ലോ, ഞങ്ങൾ നന്നാവുന്ന ഇഷ്ടമല്ലല്ലേ? ഞാൻ അതല്ല ചോദിച്ചേ. ദേവദാസന്മാർ ആത്മനിയോഗത്തോടെ ദൂത് പറഞ്ഞാൽ ഏറ്റെടുക്കരുതെന്നും അല്ല ഞാൻ ഈ പറഞ്ഞത്. എടാ, ഈ എടുത്ത തീരുമാനം കിഞ്ചല് കണക്കിന് കിടക്കുകയല്ലേ. എന്റെ വിഷയം അതാ. 23-ന് 24-ലോട്ട് കയറാൻ നേരത്ത് ആത്മാവിൽ നിന്ന് ഒരു പാട്ടും പാടി കുറെ തീരുമാനം എടുത്തായിരുന്നു. എന്തിയല്ല നീ കയറി കോടി ചോദിച്ചില്ല എന്തൊന്നിനാ ഞാൻ അറിയുമെന്ന്. നീ ഈ വാഗ്ദത്തൊക്കെ തന്നിട്ടുണ്ട്, അതൊക്കെ എനിക്ക് കിട്ടുമെന്ന് എന്താ ഉറപ്പ് എന്നൊക്കെ പറഞ്ഞല്ലേ തീരുമാനമെടുത്തത്. സത്യസന്ധമായിട്ട് പറയാം, ദൈവകൃപയിൽ വന്ന അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത് എത്ര തീരുമാനം നിവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഉത്തരം നിങ്ങൾ പറയണം. ഞാൻ അബ്രഹാമിനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോട്ടെ. ഇതേ കവനന്റുള്ള കാര്യങ്ങൾ റെഡിയായി. ഇതിങ്ങനെ സോപ്പിട്ടല്ല ഒത്ത നടുവെ പിളർക്കുന്നത്. സ്തോത്രം. ഭാഗങ്ങളെ രണ്ടായിട്ട് വെച്ച് ഒത്ത നടുക്കൂടെ അങ്ങോട്ട് നടക്കാൻ റെഡിയായിട്ട് നിൽക്കുക. അബ്രഹാം എല്ലാം റെഡിയാക്കി വെച്ച്, കാരണം തലമുറയുടെ കാര്യത്തിലുള്ള വിഷയമായതുകൊണ്ട് അബ്രഹാം പുറകോട്ട് മാറുന്നില്ല, ഉറച്ചു നിൽക്കുക. യാഗപീഠമൊക്കെ പണിത് മൃഗങ്ങളെ പിളർന്ന് 2 ഭാഗത്തായിട്ട് വെച്ച് അബ്രഹാം ഇവിടെ നിൽക്കുന്നു. അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുക. യാഗപീഠം പണിതപ്പോഴേ തമ്പുരാൻ ഇറങ്ങി വന്ന് നിൽക്കുക. ഇപ്പുറത്ത് അബ്രഹാം നിൽക്കുക. തമ്പുരാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, ഞാൻ അങ്ങോട്ട് വരാം. അല്ല, നീ ഇങ്ങോട്ട് വരുന്നില്ലേ? എങ്ങനെ? അല്ല, ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പുലർപ്പുറ നടുക്കൂടെ അങ്ങോട്ട് നടന്നാലല്ലേ ഇത് കാര്യം. അല്ല, അതെങ്ങനെ? പിന്നെ നീ എന്താ അമാദിക്കാൻ കാരണം? അല്ല, പിന്നെ അത് വേറെ പ്രശ്നം. എന്താ പ്രശ്നം? അല്ല, ഇതിനകത്ത് വ്യവസ്ഥ തെറ്റിച്ചാൽ ഈ പിളർന്നു വെച്ചിരിക്കുന്ന മൃഗങ്ങളെ പോലെ എന്നെ കീറിക്കളയാൻ അങ്ങേക്ക് അവകാശം ഉണ്ടെന്നല്ലേ? അതെ. ദൈവം അബ്രഹാമിനോട് പറയാ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നിവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആടിനെയും കിടാവിനെയൊക്കെ പിളർന്നു വെച്ചിരിക്കുന്നത് നീ എന്നെ പിളർന്നു. ഇനി ഇതിപ്പോ ഒരു ഭൂലോക മണ്ടത്തരം പറയാനുണ്ടോ? ദൈവത്തെ രണ്ടായിട്ട് പിളർന്നു കളയാൻ പറ്റും. അത് ചിന്തിച്ചാൽ തന്നെ നമ്മുടെ തലച്ചോറിന്റെ ആ ഫൂളിഷ്നെസ് എന്തുമാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചാടിക്കേറി ആടിനെ പിടിച്ചോണ്ട് വരുമ്പോഴും കണ്ടിക്കുമ്പോഴൊന്നും അബ്രഹാം ഇത് ഓർത്തില്ല. തലമുറ കാണാനുള്ള ആവേശത്തിലും അബ്രഹാം ചാടിക്കേറി കോടി ചോദിച്ചതാ. അബ്രഹാം ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നു, തമ്പുരാൻ അപ്പുറത്ത് വന്ന് നിൽക്കുക. അബ്രഹാം എന്ത് ചെയ്താൽ അങ്ങോട്ട് മൂവ് ചെയ്യല. കാരണം പിന്നെ ഓർത്ത് ഇതിനകത്ത് വ്യവസ്ഥ തെറ്റിച്ചാൽ മറ്റേ ആളിന് ഈ മൃഗത്തെ പിളർന്നു കളഞ്ഞിരിക്കുന്ന പോലെ കീറിക്കളയാൻ അവകാശമുണ്ടല്ലോ. അപ്പൊ അബ്രഹാമിന് ഒരു കാര്യം പിടികിട്ടി, എന്തായാലും ദൈവം തന്റെ വ്യവസ്ഥ തെറ്റിക്കുകയല്ല. തെറ്റിച്ചാലും ആരെ തെറ്റിക്കൂ? അബ്രഹാമെ തെറ്റിക്കൂ. അബ്രഹാം തെറ്റിച്ചാൽ ദൈവത്തിന് അബ്രഹാമിനെ ഈ മൃഗത്തെപ്പോൾ എന്ത് ചെയ്യാം? രണ്ടായിട്ട് കീറിക്കളയാൻ പറ്റും. അപ്പൊ അബ്രഹാമിന് പിടികിട്ടി, എന്തായാലും തറ്റുകാര് പറ്റിയാലും എനിക്കേ പറ്റുള്ളൂ, തമ്പുരാന് പറ്റുകയല്ല. അവൻ ഗതിഭേദത്താൽ ആച്ഛാദനമില്ലാത്തവൻ. അവന്റെ വാക്കുകൾ ഉവ്വ എന്നും ഇല്ല എന്നുമാകയാൽ തമ്പുരാന് സ്ഥിതി വ്യത്യാസം ഉണ്ടാകുകയാലെന്നും കളം മാറ്റി ചവിട്ടാട്ട് വന്നാൽ അത് ഞാനേ ചെയ്യുള്ളൂ എന്ന് അബ്രഹാമിന് പിടികിട്ടി. അങ്ങനെ സംഭവിച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്നെ എന്ത് ചെയ്യും? ഇങ്ങനെ കീറിക്കളയും. അബ്രഹാം നിന്നടത്ത് നിന്നു. മനസ്സിലായോ? ടൗണി മഹാത്മാഗാന്ധി നിൽക്കുന്നത് പോലെ അബ്രഹാം നിൽക്കുക. രാവിലെ മുതൽ ഒറ്റ അനക്കൊരു ശ്വാസം പോലും ഇല്ല. നിങ്ങൾ നോക്കണേ, ഗാഠനിദ്ര വന്നു, റാഞ്ചം പക്ഷി ഇറങ്ങി. ഈ റാഞ്ചം പക്ഷി ഇറങ്ങുന്നൊക്കെ പിശാച് ഇറങ്ങി വന്നത് പൊന്നോട് വരെ നിങ്ങൾ പറയരുത്. ആ ടൈമിന്റെ എന്താ പറയാ ലെങ്തിനെസ് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാ. ഒരു മൃഗത്തിന്റെ ഒരു കഷ്ണം വല്ലം മുറിച്ചിട്ടാ ഉടനെ ഒന്നും ഇംഗ്ലീഷ് വൾച്ചേഴ്സ് എന്നാ കൊടുത്തിരിക്കുന്നത്. ഈ കഴുകനെ പോലുള്ള പക്ഷികൾ വന്ന്
ശവന്തീനി പക്ഷികൾ വന്ന് അന്നേരം തന്നെ എടുക്കില്ല, കുറെ കഴിഞ്ഞിട്ടൊക്കെ ഇത് വരുള്ളൂ. മനസ്സിലാകുന്നോ? അല്ലൂസാനം കണ്ട ഉടനെ, അതൊക്കെ നമുക്ക് എന്താ കണ്ടാൽ അന്നേരം അലച്ചു വീഴുന്നത്. ശവന്തീനി പക്ഷി പോലും കണ്ട ഉടനെ അലച്ചു വീഴത്തില്ല. ഇതൊക്കെ ആരോട് പറയാനായിട്ടാ? ശവന്തീനി പക്ഷി പോലും, വൾച്ചേഴ്സ് പോലും വീണ് കിടന്നാൽ എത്ര നാരെ കിടക്കുമെന്നും എന്തൊക്കെ പറ്റുമെന്ന് നോക്കിയിട്ട് കുറെ കഴിഞ്ഞിട്ട് അതുപോലും ഇറങ്ങി വരും. ഇപ്പൊ ഇവിടെ റാഞ്ചൻ പക്ഷി ഇറങ്ങി, വൾച്ചേഴ്സ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് മുറിച്ചു വെച്ചിട്ട് നേരെ എന്തുമാത്രമായെന്നറിയാമോ? തമ്പുരാൻ റെഡിയായിട്ട് നിൽക്കുക. അബ്രഹാം ഒന്ന് അനങ്ങണ്ടേ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലേ ഈ ഉടമ്പടി വാലിഡ് ആകത്തുള്ളൂ. സന്ധ്യ വരെ നോക്കിയിട്ടും അബ്രഹാം അനങ്ങുന്നില്ല. സന്ധ്യ ആയപ്പോ തമ്പുരാൻ അബ്രഹാം പറഞ്ഞു, അബ്രഹാമേ, നീ ഏതായാലും ഇങ്ങോട്ട് വന്നിട്ട് ഈ ഉടമ്പടി നടക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് നിന്നെ മാനിക്കണമെന്നോ നിനക്കല്ല ഉറപ്പ് വേണ്ടത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നോട് ഏകപക്ഷീയമായിട്ട് ഉടമ്പടി ചെയ്യാൻ പോവുക. നീ ഇങ്ങോട്ട് വരണ്ട, നീ അവിടെ നിന്നോ, ഞാൻ നടക്കാം. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കണം. ഒരു തീനാളം ആ പിളർപ്പിട നടുവിലൂടെ കടന്നുപോയി. അർത്ഥാൽ ദൈവം കടന്നുപോയതാ. കണ്ടോ എന്റെ പ്രിയരെ? ഈ വാക്യൊക്കെ വായിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റും? എനിക്കറിയാൻ പറ്റത്തോട് ചോദിക്കുക. നമ്മൾ പിന്നെ ഉറങ്ങുന്ന പുസ്തകം വായിക്കുമ്പോഴാണല്ലോ അല്ലെ? TV കാണുമ്പോൾ നമുക്ക് ഉറക്കം വരികയല്ല. ഉറങ്ങണമെന്നുണ്ടോ? പുസ്തകം വായിച്ചാൽ മതി. വായിച്ച് ഇങ്ങനെ പോകുന്നതാണ്. ചിലരുടെ വായിന്നൊക്കെ ഇങ്ങനെ ഒരു നൂല് പോലും സാധനവും ഒക്കെ പുസ്തകത്തിലൂടെ വീഴുന്ന കാണാം. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, അബ്രഹാം ഇവർ വന്നെങ്കിലല്ലേ എന്തെങ്കിലും നടക്കൂ. ഒടുവിൽ പിളർപ്പുടെ നടുവിലൂടെ ദൈവം ഏകപക്ഷീയമായി സഞ്ചരിച്ച് അബ്രഹാമിന്റെ ഉടമ്പടി നിർവഹിച്ചു. എന്ന് പറഞ്ഞാൽ, അബ്രഹാമേ, നീ ഇങ്ങോട്ട് വന്നിട്ടില്ല, നിനക്ക് ബാധകമല്ല. പക്ഷെ ഞാൻ ഈ പിളർപ്പ് നടുവിൽ കടന്നുപോയി. നിന്നോടുള്ള എന്റെ വാഗ്ദത്തം, ഞാൻ പറഞ്ഞ വ്യവസ്ഥയിൽ ഏതെങ്കിലും കാരണം ഞാൻ തെറ്റിപ്പോയാൽ, അബ്രഹാമേ, നിനക്ക് എന്നെ ഇതുപോലെ പിളർന്നു കളയാൻ പ്രപഞ്ചമുള്ള കാലത്തോളം, തമ്പുരാനുള്ള കാലത്തോളം നടക്കാൻ പോണ കാര്യമല്ലെന്ന് അറിയാം. അയ്യോ, ഇതിപ്പോ ഒരു അബദ്ധം, നാടൻ ഭാഷ പറഞ്ഞൊരു തട്ടുകേട് അബ്രഹാമിന് കിട്ടാനായിട്ടില്ല. നിങ്ങൾ പിന്നെ വായിച്ചു പറയാം, അതോടെ അബ്രഹാം എക്സ്ട്രാ ഡീസന്റ് ആയെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. സമയം കഴിഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങളോടും പറയട്ടെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ, കരാറ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചേ ചെയ്യാം. ചാടിക്കേറി ഞാൻ അത് ചെയ്താ കവിത ചെയ്താക്ക നിങ്ങൾ ദയവ് ചെയ്ത് തീരുമാനം എടുക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, നിങ്ങൾ തീരുമാനം എടുക്കരുതേ എന്ന്. അത് നിങ്ങളെ കൊണ്ട് പുതിയ തീരുമാനം എടുക്കുന്ന കാണാൻ സന്തോഷമില്ലാഞ്ഞിട്ടല്ല, ഈ എടുത്തത് നിവർത്തിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. തീരുമാനമെടുത്തു, പക്ഷെ ഉറപ്പിക്കണം. മുൻപെടുത്ത തീരുമാനങ്ങളെല്ലാം നിവർത്തിക്കാൻ ഞാൻ ബാധ്യസ്ഥൻ. മനസ്സിലാകുന്നുണ്ടോ? യാഗം കഴിച്ചെന്നോട് നിയമിച്ചെന്നെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുകയും. വിശ്വാസത്തിന്റെ ഈ യാത്രയിൽ കവനന്റ്, ഉടമ്പടി, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു തീരുമാനമെടുത്തിട്ട് മറ്റൊരാളെ പ്രസാദിപ്പിക്കാൻ, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഉടമ്പടി നിന്ന് വ്യതിചലിച്ചാൽ, യു ഡോണ്ട് നോ ദ കോൺസിക്വൻസ് ഓഫ് ഇറ്റ്. അതിന്റെ അനന്തരഫലം എന്താണ്? നിങ്ങൾ ദാറ്റ്സ് ബിയോണ്ട് യുവർ കാൽക്കുലേഷൻ. അതല്ല, നിന്റെ കണക്കൂട്ടൽക്കൊക്കെ ഒത്തിരി അപ്പുറമായിരിക്കും. അത് വരാതിരിക്കാൻ, അതുകൊണ്ടല്ലേ തിരുവെഴുത്ത് പറയുന്നത്, കഴിയുമെങ്കിൽ നേരരുത്, നേർന്നാൽ നിവർത്തിക്കണം. ദൈവമായിട്ടുള്ള കാര്യം അല്ലാതെ വല്ലോടത്തും കൊണ്ട് പൈസ ഇടുന്ന കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു. ദൈവവുമായിട്ടൊരു കരാർ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥർ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവപൈതൽ ഉടമ്പടിക്കകത്തേ നിൽക്കാൻ പാടുള്ളൂ. ഉടമ്പടി ഉണ്ടായിരിക്കണം. 1 അല്ല 9 വട്ടം ഞാൻ തറപ്പിച്ചു പറയുന്നു. പക്ഷേ അതിൽ വ്യവസ്ഥകൾ ഒന്നുപോലും തെറ്റിക്കരുത്.
ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 2024 കയറിയപ്പോൾ നിങ്ങളെടുത്ത തീരുമാനത്തിനകത്ത് ഒരു 95%, 98% ആൾക്കാർ എടുത്ത തീരുമാനമാണ് വേദപുസ്തകം വായിക്കുന്ന കാര്യം. കൃത്യമായിട്ട് വായിക്കും, 1 വർഷം കൊണ്ട് തീർക്കും. ആദ്യത്തെ 2-3 ആഴ്ച വായിച്ചു. എന്റെ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ വെളിപ്പാടൊന്നുമില്ല. എനിക്ക് തരുന്ന വെളിപ്പാട് അസാമാന്യ വെളിപ്പാടാണ്. പിന്നെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കാൻ അപ്പുറത്തുള്ള വെളിപ്പാടല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്, ഇല്ലേ? വേദപുസ്തകം വായിക്കുന്ന കാലത്തിലെ അത്ര ഗൗരവമായിട്ടുള്ള തീരുമാനം എടുത്താ നിങ്ങൾ. ഇപ്പോഴോ 6-ാം മാസം ഒത്ത നടുക്ക് നിൽക്കുക. എവിടം വരെ വായിച്ചു തീർത്തു പറ? വായിക്കുന്നവരുണ്ട് കേട്ടോ, ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്ത് പറയല്ല, പ്ലീസ്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളെ എന്നോട് അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമല്ല, നിങ്ങളെ ഇകഴ്ത്തി കാണിക്കാൻ പറ്റില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നെഗറ്റീവായിട്ട് പോകരുത്. ഞാൻ പറയുന്നത് നിങ്ങളെ എൻകറേജ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ്. പക്ഷെ ഇതൊരു ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് സോപ്പിട്ടും എന്താ പറയാ സുഖിപ്പിച്ചും പറയാൻ ഒക്കത്തില്ലല്ലോ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പൊള്ളുതിരിച്ച് തന്നെ പറ്റൂ. അതാണ് എന്റെ ഡ്യൂട്ടി. അപ്പൊ അവിടെ എനിക്കിത് പറയാതിരിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം എനിക്കിട്ടാണോ കുത്തിയെന്നൊന്നും നിങ്ങൾ പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്കിട്ട് കുത്തിയെന്ന് തോന്നിയെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ദോസ് തിങ്സ് ദാറ്റ് ഹേർട്സ് ഇൻസ്ട്രക്ട് എന്ന നിങ്ങളെ മുറിവേൽപ്പിക്കുന്നത് എന്താണോ അതാണ് നമ്മളെ ഗുണദോഷിക്കുന്നത്. ദോസ് തിങ്സ് ദാറ്റ് ഹേർട്സ് ഇൻസ്ട്രക്ട്സ്. അതുകൊണ്ട് ദയവായി നിങ്ങളിത് സീരിയസ് ആയിട്ട് കണക്കാം. പ്രാർത്ഥനയുടെ കാര്യം അല്ലേ, സഭയ്ക്ക് വേണ്ടി 1 മണിക്കൂർ പ്രാർത്ഥിക്കാം തീരുമാനമെടുത്തു. വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ശനിയാഴ്ചയൊക്കെ എത്ര പ്രാവശ്യം ചെയ്തു? അല്ല, അത് പിന്നെ പാസ്റ്റർ ഒന്നും പറഞ്ഞില്ലല്ലോ, അല്ലേ? ആരെ വേദനിപ്പിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, തെറ്റിദ്ധരിക്കരുതേ. നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് കാണും. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, വല്ല നിർവാഹമുണ്ട് നിങ്ങൾക്ക് അവനിലേക്കും ഉടമ്പടിയിലേക്കും തീരുമാനത്തിലേക്കൊന്നും പോകണ്ട. ആദ്യം പറഞ്ഞു പോകുമ്പോൾ യു ഷുഡ് കീപ് ഇറ്റ്. ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഞാനത് കവനന്റെ ബാക്കി കൺക്ലൂഷൻ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം. അതിനുശേഷം നമുക്ക് 16-ാമത്തെ കാലത്ത് ക്ലാസ് വരികയും ചെയ്യാം. ഞാൻ എന്റെ വാക്കുകളോട് വിരാമം കുറിക്കും. ഈ ക്ലാസ്സിൽ ഒന്നുകൂടെ എംഫസിസ് ചെയ്ത് പറയുന്നു, ദൈവം നിങ്ങൾക്ക് തന്ന വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. ആ വാഗ്ദത്തത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പക്ഷെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ആ വാഗ്ദത്ത സ്വീകാരത്തിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ തയ്യാറാക്കിയപ്പോൾ നിങ്ങളെടുത്ത കവനിനകത്തുണ്ടായിരുന്ന പോളിസികളൊക്കെ, ഡീഡ്സ് ഒക്കെ, അതിനകത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനകത്ത് സ്റ്റേറ്റ്മെന്റ്സ്, അതിനകത്ത് നിയമാവലികൾ എല്ലാം പാലിക്കാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥ. വാക്യം മറക്കരുതേ. ദൈവത്തെ മറക്കുന്നവരെ എന്ന് പറഞ്ഞാൽ അയ്യോ ദൈവം ഉണ്ടാ ഞാൻ മറന്നുപോയി, അതല്ല. ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയെ മറക്കുന്നവരെ, അതായിരുന്നു മലയാളത്തിൽ അങ്ങനെ വളർന്നത് എഴുതാൻ. അങ്ങനെ പലതും വിട്ടുപോയാലാണ് നമുക്കൊന്ന് കുഴപ്പം. ദൈവത്തിന്റെ ഉടമ്പടിയെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളുവിൻ, അല്ലാതെ ഞാൻ നിങ്ങൾ ഈ ഉടമ്പടി പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളെ കീറിക്കളയും, വെടിവെപ്പാൻ ആരും ഉണ്ടാകില്ല. അതാണ് വാക്യം. ദയവായി നമ്മളെടുത്ത തീരുമാനങ്ങൾ, ഉടമ്പടികളൊക്കെ പാലിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവൻ നയിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് ഇന്നത്തെ ക്ലാസ്സിനോട് അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.